നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 51 ശ്ലോകം മുതൽക്ക് നമുക്ക് നോക്കാം. കണ്ണൻ കൂടാതെ വണ്ണം പെരുകിനൊരു പെരുമ്പാമ്പിനുള്ളിൽ കടന്നാരെണ്ണം കൂടാതെ ഗോപാലരും അതിനിടയിൽ ഗോക്കളും ചേർന്നൊരു നാൾ. അന്നേരം താനുമുൾപ്പുക്കവനു ഗതി കൊടുത്താശു മൂർച്ഛിച്ചവർക്കും ദണ്ഡം കൂടാതെ പോന്നാനതു പൊഴുതസുരൻ ചെന്നു സായുജ്യമാർന്നാൻ. ഇവിടെ ഭഗന്റെയും പൂതനയുടെയും അനുജനായിട്ടുള്ള അഘൻ എന്ന അസുരൻ വളരെ വലിയ ഒരു പെരുമ്പാമ്പിന്റെ രൂപത്തിൽ വന്ന് കൃഷ്ണനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് പരാമർശിക്കുന്നത്. അതാണ് കണ്ണൻ കൂടാതെ വണ്ണം പെരുകിനൊരു പെരുമ്പാമ്പിനുള്ളിൽ കടന്നാരെണ്ണം കൂടാതെ ഗോപാലരും അതിനിടയിൽ ഗോക്കളും ചേർന്ന് ഒരു നാൾ. ഒരു ദിവസം കണ്ണനില്ലാതെ ഈ ഗോപാലന്മാരും പശുക്കളും ഒക്കെ വലിയൊരു പെരുമ്പാമ്പിന്റെ വായിൽ അകപ്പെട്ടു. അപ്പോൾ കണ്ണൻ എന്താ ചെയ്ത്? അന്നേരം താനും ഉൾപ്പുക്കവനു ഗതി കൊടുത്താശു, വേഗം താനും ആ പെരുമ്പാമ്പിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവന് ഗതി കൊടുത്തു, മോക്ഷത്തെ കൊടുത്തു. അഘാസുരനെ കൊന്നു. മൂർച്ഛിച്ചവർക്കും, ഭയന്ന് മോഹാത്സ്യപ്പെട്ട് കിടക്കുകയായിരുന്ന തൻ്റെ മിത്രങ്ങളെയും ആ ഗോക്കളെയൊക്കെ ആ സങ്കടമൊക്കെ നീക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. ജ്യേഷ്ഠനായിട്ടുള്ള ഭഗൻ കൊക്കിന്റെ രൂപത്തിലാണ് വന്നത് എന്ന് വെച്ചാൽ അഘൻ വലിയ പെരുമ്പാമ്പിന്റെ രൂപത്തിലാണ് കൃഷ്ണനെ വധിക്കാനായിട്ട് വന്നത്. നമ്മുടെ കൃഷ്ണനും ഗോപബാലകന്മാരൊക്കെ കൂടി പശുക്കളെ വെള്ളമൊക്കെ കുടിപ്പിച്ച് മേയാൻ വിട്ടതിന് ശേഷം നടക്കുകയായിരുന്നു. അപ്പോൾ മുമ്പ് അവർ കണ്ടിട്ടില്ലാത്ത വലിയൊരു ഗുഹ അവർ കണ്ടു. കൃഷ്ണനാണെങ്കിൽ ഏറ്റവും പുറകിലാണ് നടന്നിരുന്നത്. ഈ അഘാസുരന്റെ വായ പിളർന്നു വെച്ചിണ്ടേ, അത് കണ്ടിട്ടാണ് ഗുഹയാണ് എന്ന് തെറ്റിദ്ധരിച്ചത്. വലിയ പെരുമ്പാമ്പിന്റെ രൂപത്തിലാണ് അഘാസുരൻ വന്നിരിക്കുന്നത്. അപ്പൊ താഴെ ഭൂമി, മുകളില് മേഘതലവും മുട്ടിയിട്ട് അത്രയും വലുതായിട്ടാണ് ഈ വക്രം പിളർന്നിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഗോപബാലന്മാര് തമ്മിൽ പറയാണ്, ഇത്രയും വലിയൊരു ഗുഹ നമ്മൾ ഇതുവരെ എന്താ കാണാഞ്ഞത്? അല്ലെ, ഇതിന്റെ ഉള്ളിൽ കൂടെ പോയാൽ ചിലപ്പോ നല്ല പുൽമേടുകളൊക്കെ ഉണ്ടായിരിക്കും, അത് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവര് ആ വലിയ പെരുമ്പാമ്പിന്റെ ഗുഹ പോലെയുള്ള ആ വായിലൂടെ അതിൻ്റെ വയറ്റിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, നമ്മൾ ഗുഹയുടെ ഉള്ളിലല്ല, ഏതോ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത് എന്ന്. അപ്പൊ ആകെ പരിഭ്രമിച്ച് അവിടെ കിടന്ന് ബഹളം കൂട്ടി കരയാൻ തുടങ്ങി. കൃഷ്ണൻ ഇത് കേട്ടു. ഏറ്റവും പിന്നിലായിരുന്നു കൃഷ്ണൻ. കൃഷ്ണനും എന്ത് ചെയ്തു? പതുക്കെ ആ ഗുഹയാണെന്നുള്ള ഭാവത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക്, കാരണം കൃഷ്ണന് മനസ്സിലായിരുന്നു ഇത് അഘാസുരനാണ് എന്നൊക്കെ. എങ്കിലും ആ ഗോപബാലന്മാരെ രക്ഷിക്കാൻ എന്നുള്ള വ്യാജേന ആ പാമ്പിന്റെ വക്രത്തിലൂടെ വയറ്റിലേക്ക് പ്രവേശിച്ചു. തൻ്റെ ശത്രുവും അവൻ്റെ മിത്രങ്ങളൊക്കെ തൻ്റെ വയറ്റിൽ അകപ്പെട്ടു എന്ന് മനസ്സിലായിട്ട് അഘാസുരൻ സന്തോഷത്തോടെ വായങ്ങട് അടച്ചു. കൃഷ്ണനാകട്ടെ ഈ വലിയ സർപ്പത്തിന്റെ ഉദരത്തിൽ നിന്ന് തൻ്റെ മിത്രങ്ങളൊക്കെ പേടിച്ച് കുറെ പേര് മോഹാലസ്യപ്പെട്ട് വീണു തുടങ്ങി. അവരെ സമാധാനപ്പെടുത്തി കൃഷ്ണൻ. എന്നിട്ട് ആ അസുരന്റെ ഉദരത്തിൽ നിന്നുകൊണ്ട് വളരാൻ തുടങ്ങി. ക്ഷണനേരം കൊണ്ട് അസുരന്റെ ആ ശരീരം വലിഞ്ഞ് മുറുകി പൊട്ടാൻ തുടങ്ങി. കണ്ണുകളൊക്കെ അങ്ങനെ തുറിച്ചു വരാൻ തുടങ്ങി. അവസാനം വലിയൊരു പർവ്വതം വീണ പോലെ, നിലത്ത് വീണ മാതിരി അസുരൻ നിലംപതിക്കുകയാണ്. ആ സമയം അഘാസുരൻ തൻ്റെ വയറ്റിൽ താൻ മിണുങ്ങിയിരിക്കുന്ന ആ കൃഷ്ണനെയാണ് ആലോചിച്ചിരുന്നേർന്നത്. അപ്പൊ തന്നെ ആ വലിയ ആ പെരുമ്പാമ്പിന്റെ രൂപം അങ്ങോട്ട് മാറിയിട്ട് അസുരന്റെ ശരിക്കുള്ള രൂപം അങ്ങോട്ട് വരികയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൃഷ്ണനും ആ കൂട്ടുകാരൊക്കെ ആ വായിലൂടെ പുറത്തേക്ക്
എത്തി. അങ്ങനെ ആ അഘാസുരൻ വിഷ്ണുപാദത്തില് ലയിക്കുകയാണ്. ഈ അഘാസുരൻ എന്ന് പറഞ്ഞ വളരെ ദുഷ്ടനായിട്ടുള്ള അസുരനായിരുന്നു. കൃഷ്ണനെ ശത്രുവായി കണ്ടിരുന്ന ആളായിരുന്നു. എന്നാലും എന്ത് കിട്ടി? മോക്ഷം കിട്ടി. അതിനെന്താ കാരണം? ആ അഘാസുരൻ അവസാനം മരിക്കുന്ന സമയത്ത് കൃഷ്ണനെയാണ് ആലോചിച്ചത്. കാരണം കൃഷ്ണൻ ആ സർപ്പരൂപത്തിലുള്ള അഘാസുരന്റെ ഉദരത്തിലായിരുന്നല്ലോ. അപ്പം കൃഷ്ണന്റെ രൂപമായിരുന്നു മനസ്സ് നിറയെ. എത്ര ദുഷ്ടനാണെങ്കിലും മരിക്കുന്ന സമയത്ത് ആ ഭഗവത് സ്മരണ ഉണ്ടായാൽ അങ്ങനെയുള്ള ആൾക്ക് സായുജ്യം ലഭിക്കും എന്നതിനൊരു ഉദാഹരണമാണ് ഈ അഘാസുരന്റെ വധം. അഘാസുരൻ മാത്രമല്ല, പൂതനയ്ക്കും ബകാസുരനും ഒക്കെ ഈ സൽഗതി തന്നെയാണ് ലഭിച്ചത്. മനസ്സിൽ വിദ്വേഷം കൊണ്ടോ ഭയം കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ വിരോധം കൊണ്ടോ പ്രേമം കൊണ്ടോ ഏത് ഭാവത്തോടെ ആയാലും സദാ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് മോക്ഷം തന്നെയാണ് ലഭിക്കുക. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തൃക്കൈയിൽ കബളാന്നവും വിരൽകളിൽ സാരോപദംശങ്ങളും പോത്തും കൊമ്പുമുദാരപത്രവുമിടം കക്ഷേ വഹൻ കൗതുകാൽ വസ്ത്രാന്തേ മടിയിൽ ധരിച്ചു മുരളീം ഗോപാലരും താനുമായി സ്വർഗത്തുള്ളവർ നോക്കി നിൽക്കെ യജനാധ്യക്ഷൻ ഭുജിച്ചിടിനാൻ. തൃക്കൈയിൽ കബളാന്നവും, കബളാന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറുരുള, വിരൽകളിൽ സാരോപദംശങ്ങളും, സാരോപദംശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കറികള്, പിന്നത്തെ വരി പോത്തും കൊമ്പും ഉദാരപത്തോടുകൂടി സ്വർഗത്തിലുള്ളവര്, അതായത് ദേവന്മാര് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ യാഗാധ്യക്ഷനായ കൃഷ്ണൻ ഭുജിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ വനഭോജന വൃത്താന്താണ് സൂചിപ്പിക്കുന്നത്. ഗോപന്മാരോട് കൂടെ ഇരുന്ന് കൃഷ്ണൻ ഭക്ഷണം കഴിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ സ്വർഗത്തുള്ളവർ നോക്കി നിൽക്കെ യജനാധ്യക്ഷൻ ഭുജിച്ചിടിനാൻ എന്തിനാ പറഞ്ഞ? ഈ സ്വർഗത്തിലുള്ളവർ ആരാണ്? ദേവന്മാര്. അവരിങ്ങനെ അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവ യജ്ഞങ്ങളുടെയും യാഗഭാഗത്തിനെ സ്വീകരിക്കുന്ന ഈ മഹാവിഷ്ണു തന്നെയാണ് ഈ ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണൻ ഗോപബാലകന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അതാണ് അത്ഭുതത്തോടു കൂടി അവർ കാണുന്നത്. ഏതൊരു ഭഗവാന്റെ പ്രസാദത്തിനായിട്ടാണോ ഈ മഹർഷിമാരും രാജാക്കന്മാരും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ക്ലേശം സഹിച്ച് പല യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്, ആ ഭഗവാനാണ് ഇവിടെ ശുദ്ധ ഹൃദയരായിട്ടുള്ള ഈ ഗോപാലകന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം അമൃത് പോലെ, അവർ കൊടുക്കുന്ന ആ ഭക്ഷണം അമൃത് എന്ന പോലെയാണ് ആസ്വദിച്ച് കഴിക്കുന്നത്. ഇതാണ് ആ ദേവന്മാരെ അത്ഭുതപ്പെടുത്തിയത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മന എന്ന് ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതായിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഈ വനഭോജന സമയത്തും നമ്മൾ ദർശിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇല, പൂവ്, ഫലം, വെള്ളം, ഇതൊക്കെ എനിക്ക് ഭക്തിയോടെ യാതൊരുവനാണോ നൽകുന്നത്, ശുദ്ധാത്മാവായിട്ടുള്ള അവൻ ഭക്തിയോടുകൂടി നൽകിയിട്ടുള്ള ഈ വസ്തുക്കളെല്ലാം ഞാൻ അനുഭവിക്കുന്നു എന്നാണ് ഈ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. ആ ഭക്തിയോട് കൂടിയിട്ട് എന്ത് നൽകിയാലും അത് ഞാൻ അനുഭവിക്കും, ഞാൻ ഭുജിക്കും എന്നാണ്. അതാണ് ഈ ഗോപബാലന്മാര് ആ പ്രേമഭക്തിയോട് കൂടിയിട്ട് നൽകിയിട്ടുള്ള ആ ഭക്ഷണം ഭഗവാനായ ഉണ്ണിക്കണ്ണൻ അമൃത് പോലെ ഭുജിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഉണ്ണിക്കരങ്ങളിലുരുട്ടിയ ചോറുമായിട്ടുണ്ണിക്കിടാങ്ങളൊരുപോലെ ചമഞ്ഞ സംഖ്യം ഒന്നിച്ചിരുന്നുരുളയുൺമതു കണ്ടുമുണ്ടും
വെണ്ണക്കിരന്നവനതിൻ നടുവേ നിരന്നു. ഉണ്ണിക്കരങ്ങളിൽ ഉരുട്ടിയ ചോറുമായി. ആ ചെറിയ കൈകളില് ചോറുരുളയായിട്ട് ഒരുപോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കുട്ടികൾക്കിടയിൽ ഉണ്ണിക്കിടാങ്ങൾ ഒരുപോലെ ചമഞ്ഞ അസംഖ്യം എണ്ണമില്ലാത്തത്ര ആ അനേകം ഉണ്ണിക്കിടാങ്ങളുടെ ഇടയിൽ ഒന്നിച്ചിരുന്നിട്ട് ഉണ്ണുന്നത് കണ്ടുകൊണ്ടും സ്വയം ഊണ് കഴിച്ചുകൊണ്ടും ആ ഉണ്ണിക്കണ്ണൻ ഇരുന്നു. ഇവിടെ വെണ്ണക്കിരന്നവൻ അതിൽ, വെണ്ണക്കിരന്നവൻ വെണ്ണയ്ക്ക് ഇരന്ന് നടക്കുന്നവനായിരുന്നല്ലോ, ചോദിച്ച് നടക്കുന്നവനായിരുന്നല്ലോ ആ ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണിക്കണ്ണൻ എല്ലാവരെയും അന്യോന്യം കാണുന്ന വിധത്തില് നടുവിലിരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഈ 3 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. കണ്ണൻ കൂടാതെ വണ്ണം പെരുകിനൊരു പെരുമ്പാമ്പിനുള്ളിൽ കടന്നാരെണ്ണം കൂടാതെ ഗോപാലരും അതിനിടയിൽ ഗോക്കളും ചേർന്നൊരു നാൾ. അന്നേരം താനും ഉൾപ്പുക്കവനു ഗതി കൊടുത്താശു മൂർച്ഛിച്ചവർക്കും ദണ്ഡം കൂടാതെ പോന്നാൻ. അതു പൊഴുതസുരൻ ചെന്നു സായുജ്യമാർന്നാൻ. തൃക്കൈയിൽ കബളാന്നവും വിരൽകളിൽ സാരോപദംശങ്ങളും പോത്തും കൊമ്പുമുദാരപത്രവുമിടം കക്ഷേ വഹൻ കൗതുകാൽ. വസ്ത്രാന്തേ മടിയിൽ ധരിച്ചു മുരളീം ഗോപാലരും താനുമായി സ്വർഗത്തുള്ളവർ നോക്കി നിൽക്കയ ജനാധ്യക്ഷൻ ഭുജിച്ചിടിനാൻ. ഉണ്ണിക്കരങ്ങളിലുരുട്ടിയ ചോറുമായിട്ടുണ്ണിക്കിടാങ്ങളൊരുപോലെ ചമഞ്ഞ സംഖ്യം ഒന്നിച്ചിരുന്നുരുളയുൺമതു കണ്ടുമുണ്ടും വെണ്ണക്കിരന്നവനതിൻ നടുവേ നിരന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ